ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റേതാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം കൊണ്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. നല്ല തൊലിയൊക്കെ കറുത്തിട്ടുള്ള ഒരു പഴമാണിത്. അപ്പോൾ ആ ഒരു നേന്ത്രപ്പഴം നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് ഞാൻ ഇതാ പാനിലേക്ക് ഇട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. നല്ലോണം വഴറ്റി നല്ലോണം ഉടഞ്ഞ് കിട്ടുന്ന പോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മോളെ ഒന്ന് ഏൽപ്പിച്ച് പോയതാണ്. ഒന്ന് നോക്കി ഞാനിപ്പോൾ വരാമെന്ന്. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്തിന് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഓട്സും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓട്സ് എടുത്തത്. അപ്പോൾ 1 കപ്പോളം ഓട്സ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ആവശ്യം മുട്ടയാണ്. അപ്പോൾ ഒരു വലിയൊരു ബൗളിലോട്ട് ഞാനിത് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിനും വളരെ കുറവ് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പഴത്തിലൊക്കെ പഞ്ചസാര ഇട്ടതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്തത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഈ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മിക്സായ ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായി മിക്സായ ശേഷം നമ്മൾ എടുത്തു വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 1 കപ്പിലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. സംഭവം ഇത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലേവർ അങ്ങനെ വരുന്നില്ല. പിന്നെ ഞാനിതിലേക്ക് നേന്ത്രപ്പഴം വഴറ്റുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരിട്ടിട്ടാണ് നമ്മളിത് വഴറ്റിയെടുത്തത്. പിന്നെ എല്ലാം മിക്സായ ശേഷം ഞാൻ നമ്മുടെ ഓട്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി എടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. കുറച്ചും കൂടെ പാലും ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ 1/4 കപ്പോളം പാലും ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സെറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എയർ ഫ്രൈയിലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എയർ ഫ്രൈയിൽ വെക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലീൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് റെഡിയാക്കുകയാണ്. ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് നമുക്ക് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിക്കാതെ ഒരു 1/4 ഭാഗമോളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സായിട്ട് ഞാൻ എടുത്തത് കുറച്ച് കാഷ്യൂനട്ടും വാൾനട്ടും ആണ്. പിന്നെ ഞാനിത് കുറച്ച് മറ്റേ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എയർ ഫ്രൈയിലാണ് ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് വരെ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് പാനിൽ വെച്ചിട്ടും സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്കും നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്ററെല്ലാം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടും നമ്മുടെ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 വെച്ചപ്പോൾ കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക് എയർ ഫ്രൈയിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെയാണ് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു, പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വരെയാണ് ഞാനത് ബേക്ക് ചെയ്തത്. 15 മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് വീണ്ടും ഒന്ന് വേവാനുണ്ടായിരുന്നു. കുത്തി നോക്കിയപ്പോൾ എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ വീണ്ടും വെച്ചിട്ട് 20 മിനിറ്റിലെ ടോട്ടൽ എനിക്കിത് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പാനിൽ വെച്ചത് ഒരു 3/4 മണിക്കൂറോളം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടി വന്നിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ എയർ ഫ്രൈയിൽ ഉണ്ടാക്കിയതിൻ്റെ മുകളിലിട്ട് ആ നട്ട്സൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലാണ്. അത് ഒരു ചുട്ട ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ കാഷ്നട്ടൊക്കെ ചുടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാനിലുള്ളതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 45 മിനിറ്റ്സോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആണ് ബേക്ക് ചെയ്തത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഞാൻ വിചാരിച്ചതിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.